ഇപ്പൊ 7,000 കോടി വേണമെന്ന് പറയാനുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ അടുത്ത കാലത്തുണ്ടായതായ ചെലവുകൾ എന്തൊക്കെയാണ്? അതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വന്ന മത്സരം. ആ വോട്ടിങ്ങിൽ, ഇലക്ഷനിൽ എന്താ ഗവൺമെന്റ് ചെയ്ത്? ആ ഇലക്ഷനിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളെയും പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുഴുവൻ വോട്ടുകളും LDFന് കിട്ടണമെന്ന മോഹത്തോടു കൂടി ഒരുപാട് ഓഫറുകളാണ്, ഫ്രീബീസ് ആണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് സ്കീം ഗവൺമെന്റിന്റെ വക, സ്ത്രീകൾക്ക് 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഒരു മാസം 1000 രൂപ വെച്ച് പെൻഷൻ. ഇവരൊക്കെ നല്ല പ്രൊഡക്റ്റീവ് ഏജ് ആണ്, 35 മുതൽ 60 വരെ എന്ന് പറയുന്നത്. ആ സമയത്താണ് 1000 രൂപ വീതം പെൻഷൻ. കുടുംബശ്രീകൾക്ക് അവരുടെ പ്രവർത്തന മൂലധനമായിട്ട് 1000 രൂപ വീതം കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2000 ആക്കുന്നു. അപ്പം ഇങ്ങനെ വാരിക്കോരി ബഹുകോടികൾ. അതുപോലെ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തോറ്റു സുന്നം പാടി. അങ്ങനെ തോറ്റത് കൊണ്ട് എങ്ങനെയെങ്കിലും അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ വാരിയെടുക്കണം എന്നുള്ള വലിയ മുന്നേറ്റം ഉണ്ടാവണം എന്ന ദൃഢനിശ്ചയത്തോടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതിന്റെ അനുരണനമാണ് ശമ്പള കമ്മീഷൻ. 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നു. ആ ശമ്പള കമ്മീഷന്റെ മുന്നോട്ട് പോക്ക്, അതോടൊപ്പം തന്നെ കൊടുക്കാതെ ഇട്ടിരുന്ന കുടിശ്ശിക DA സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആ DA ഏപ്രിലിലെ ശമ്പളത്തോടു കൂടി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം, ഇതൊക്കെ കിട്ടാനിരിക്കുന്ന വോട്ടുകളെ ലാക്കാക്കിയാണ്. അല്ലാതെ ഇവരുടെ ആരുടെയും ക്ഷേമം ലാക്കാക്കിയല്ല. ക്ഷേമം ലാക്കാക്കിയായിരുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ നിരവധിയായ വൃഥാ ചെലവുകൾ, ആ ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കി സുരക്ഷാ ചെലവുകളും, അതായത് ഒരു ശമ്പള പരിഷ്കരണം നടത്തുക, അല്ലെങ്കിൽ ഒരു DA അനുവദിക്കുക. അതൊക്കെ DA അനുവദിക്കുന്ന എപ്പോഴാണ്? വിലക്കയറ്റം മൂലം നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറയുമ്പോൾ. ആ മൂല്യം എത്ര ശതമാനം കുറഞ്ഞുവോ അതിനനുസരിച്ചാണ് ഡിയർനെസ് അലവൻസ് അനുവദിക്കുന്നത്. അപ്പൊ അതൊക്കെ അപ്പോഴപ്പോ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം അതേ നിലയിൽ പിടിച്ചു നിർത്താൻ പറ്റി എന്ന് ഗവൺമെന്റിന് ഗീർവാണം പറയാൻ ഒക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? 18%, 21% ഇതുപോലെയാണ് കുടിശ്ശിക ഓരോന്നിന്റെയും കിടക്കുന്നത്. അങ്ങനെ കുടിശ്ശിക കിടക്കുന്നതിൽ നിന്നാണ് 10% കുടിശ്ശിക ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നു. അപ്പൊ ഈ 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുമ്പോൾ ഓർക്കേണ്ടത്, 11ാം ശമ്പള കമ്മീഷൻ ഓഫർ ചെയ്ത ശമ്പളവും അതിന്റെ ബത്തയും ഒന്നും ഇതുവരെയും എല്ലാവർക്കും അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും തടസ്സപ്പെട്ട് കിടക്കുക തന്നെയാണ്. പിന്നെ എന്ത് തരം ഭരണമാണ്, എന്ത് തരം സന്ദേശമാണ് ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ വീണ്ടും ഓർമ്മിക്കേണ്ടത് എന്താണ്? നമ്മൾ ഓർമ്മിക്കേണ്ടത് സ്വാമി വിവേകാനന്ദ സൂക്തമാണ്. നമ്മുടെ അറിവില്ലായ്മയുടെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിനെ 5 വർഷം ഭരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അടുത്ത 5 വർഷത്തേക്ക് കൂടി അവർ തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് സമ്മതിപത്രം നൽകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇതുപോലെ വലിയ അപകടത്തിലേക്ക് നാം എത്തിപ്പെട്ടത്.